ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെ ഉടച്ചുവാർത്ത സന്യാസിയെന്ന് പിണറായി വിജയൻ. ശിവഗിരിയിൽ വെച്ച് ഗുരുവിനെ അപമാനിച്ചെന്ന് BJP നേതൃത്വം. സനാതനധർമ്മത്തെ ഉദയനിധി സ്റ്റാലിൻ അവഹേളിച്ചത് പിണറായി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് V മുരളീധരൻ. ഗുരുവിനെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ BJPയും CPIഎമ്മും പോരുമുറുക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് ാം ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സനാതനധർമ്മ പരാമർശം ദേശീയ രാഷ്ട്രീയത്തിൽ അലയൊലികൾ തീർത്തിരിക്കുന്നു. സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ഗുരു സനാതനധർമ്മത്തെ ഉടച്ചുവാർത്ത് പുതിയ കാലത്തിനായുള്ള നവയുഗധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസിവര്യനായിരുന്നുവെന്നും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകുമെന്നും പിണറായി വിജയൻ ചോദിച്ചു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നവർ അതിനു മുൻപുള്ള ഭാഗം മനഃപൂർവ്വം ഒളിച്ചുവെക്കുന്നുവെന്നും പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി എന്നാണ് വിവക്ഷിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇതെല്ലാം തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ V മുരളീധരൻ നടത്തിയ പരാമർശത്തിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു. എന്നാൽ ശിവഗിരിയിലെത്തിയ V മുരളീധരൻ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടി നൽകിയതും ശ്രദ്ധേയമായി. സനാതനധർമ്മത്തെ ശിവഗിരിയുടെ പുണ്യഭൂമിയിൽ വെച്ച് പിണറായി വിജയൻ അധിക്ഷേപിച്ചെന്നും സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയുടെ തുടർച്ചയാണ് പിണറായിയുടേതെന്നും V മുരളീധരൻ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മത്തെ ശിവഗിരിയിൽ അവഹേളിച്ച മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ശ്രീനാരായണ ഗുരുദേവനെ കേവലം ഒരു സാമൂഹിക പരിഷ്കർത്താവായി മാത്രം കാണുന്നത് പിണറായി വിജയന് വരേണ്യ മനസ്സുള്ളതുകൊണ്ടാണ്. ഗുരുദേവൻ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവതാര പുരുഷനാണ്. അദ്ദേഹം 60ഓളം കൃതികൾ ഹിന്ദു ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സനാതനധർമ്മത്തെ നിർവചിച്ച മഹാത്മാവാണ് ഗുരുദേവനെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അവഹേളിച്ചവരുടെ പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത്. കേവല ഭൗതികവാദി എന്ന നിലയിലാണ് ഹിന്ദുക്കളെയും ഹൈന്ദവ പാരമ്പര്യങ്ങളെയും പിണറായി വിജയൻ ആക്ഷേപിച്ചതെങ്കിൽ അതേ മാനദണ്ഡം ഉപയോഗിച്ച് മറ്റു മതങ്ങളെയും ആക്ഷേപിക്കാനുള്ള ചങ്കൂറ്റം പിണറായിക്കുണ്ടാകുമോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവരുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണ് നമ്മൾ ഈയിടെ കണ്ടത്. മറ്റ് യുക്തിവാദികൾ ചെയ്യുന്നത് പോലെ ഖുറാനെ വിമർശിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ? മറ്റ് മതവിശ്വാസങ്ങളെ ഇതേപോലെ തള്ളിപ്പറയാൻ CPIഎമ്മും പിണറായി വിജയനും തയ്യാറാകുമോ? ഗുരുദേവൻ സനാതനധർമ്മി അല്ലെന്നുള്ള പിണറായി വിജയന്റെ പ്രസ്താവന വിവരക്കേടാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്നിധിയിൽ പോയി സനാതനധർമ്മത്തെ വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് അപക്വവും മുതിർന്ന രാഷ്ട്രീയ നേതാവിനും മുഖ്യമന്ത്രി പദവിക്കും യോജിച്ചതല്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. BJP കേന്ദ്ര നേതൃത്വവും പിണറായി വിജയന്റെ സനാതനധർമ്മ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ പരാമർശം ചില പ്രത്യേക വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളതാണെന്നും മറ്റ് മതങ്ങളെ ഇതുപോലെ അവഹേളിക്കാൻ ധൈര്യമുണ്ടോ എന്നും BJP ദേശീയ വക്താവ് ഷഹ്സാദ് പുനെവാല ചോദിച്ചു. ശ്രീനാരായണ ഗുരുവിനെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളെ CPIഎമ്മും മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യുന്നതും അതിനെതിരെ BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ശക്തമായി മറുപടി പറയുന്നതും കേരള രാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ വലിയ കാറ്റും കോളും സൃഷ്ടിക്കും.